കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയിൽ 29% വനഭൂമിയാണ്. ജനസാന്ദ്രതയേറിയ കേരളത്തിൽ വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനവിഭാഗമാണ് പ്രധാനമായും വന്യജീവിയാക്രമണം നേരിടേണ്ടി വരുന്നത്. കൃഷിനാശം, ഗതാഗത തടസ്സം, വീടിന്റെയും മറ്റു വസ്തുക്കളുടെയും നാശം തുടങ്ങി ജീവഹാനി വരെ വന്യജീവി ആക്രമണ ഫലമായി വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ വർദ്ധിച്ചുവരുന്നു. വിനോദസഞ്ചാരികളും വനപാതയോട് ചേർന്ന് സഞ്ചരിക്കുന്ന മറ്റ് യാത്രക്കാരും പലപ്പോഴും ഈ ആക്രമണങ്ങൾക്ക് ഇരയാക്കപ്പെടുന്നുണ്ട്. മനുഷ്യ-മൃഗ സംഘർഷങ്ങളുടെ കാരണങ്ങൾ എന്തെല്ലാമാണ്? വേനൽ കടുക്കുന്നതോടെ കാട്ടിലെ ജലസ്രോതസ്സുകൾ വറ്റുകയും മൃഗങ്ങൾ വെള്ളം തേടി വനത്തിന് പുറത്തിറങ്ങുകയും ചെയ്യുന്നത്. വനമേഖലയിലെ അനിയന്ത്രിതമായ കാലിമേക്കൽ. വനമേഖലയിൽ കൂടി കടന്നുപോകുന്ന റോഡുകളിൽ വാഹനങ്ങൾ തട്ടി മൃഗങ്ങൾക്കുണ്ടാകുന്ന അപകടങ്ങൾ. മനുഷ്യരുടെ കടന്നുകയറ്റം മൂലം വന്യജീവികളുടെ ആവാസവ്യവസ്ഥയുടെ ശോഷണം. മനുഷ്യന്റെ ഇടപെടൽ മൂലമോ പ്രകൃത്യാലോ ഉണ്ടാകുന്ന കാട്ടുതീയിൽ മൃഗങ്ങൾ കാടുവിട്ട് പുറത്തേക്കിറങ്ങുന്നത്. കൂട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതോ കൂട്ടം തെറ്റിപ്പോകുന്നതോ ആയ മൃഗങ്ങൾ നാട്ടിലെത്തുന്നത്. കാലാവസ്ഥാ മാറ്റങ്ങളും മൃഗങ്ങളെ കാടുവിട്ടിറങ്ങാൻ പ്രേരിപ്പിക്കുന്നു. പ്രതിരോധ മാർഗങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. വേനൽക്കാലത്ത് വനത്തിനുള്ളിൽ ജലലഭ്യത ഉറപ്പുവരുത്തുക. തോടുകളിലും പുഴകളിലും തടയണകൾ നിർമ്മിച്ച് വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കുക. മൃഗങ്ങൾക്ക് എളുപ്പം തകർക്കാൻ കഴിയാത്തതും മൃഗങ്ങൾക്കും പ്രകൃതിക്കും പരിക്കേൽക്കാത്തതുമായ വേലികൾ സ്ഥാപിക്കുക. കൃഷിസ്ഥലത്തിനു ചുറ്റും കിടങ്ങുകൾ സ്ഥാപിക്കുക. വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ കാടുകളെ നശിപ്പിക്കാതിരിക്കുക. വിനോദസഞ്ചാരികളും വനത്തോട് ചേർന്ന് താമസിക്കുന്നവരും മൃഗങ്ങളെ ഉപദ്രവിക്കുകയും അവയുടെ ആവാസവ്യവസ്ഥയ്ക്ക് കോട്ടം വരുത്തുന്ന രീതിയിൽ ഇടപെടാതിരിക്കുകയും ചെയ്യുക. പങ്കാളിത്ത വനപരിപാലന പരിപാടികൾ പ്രോത്സാഹിപ്പിക്കുക. ജനവാസ കേന്ദ്രങ്ങളിലും വഴിയോരങ്ങളിലും എല്ലായ്പ്പോഴും അടിക്കാടുകൾ വെട്ടിനിർത്തുക. കിണർ, കുളിമുറി, അടുക്കള തുടങ്ങി വെള്ളം ശേഖരിച്ചു വച്ചിരിക്കുന്നതും തണുപ്പുള്ളതുമായ ഇടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുകയും ഇഴജന്തുക്കൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. കാലാകാലങ്ങളായി പ്രയോഗത്തിലുള്ള പ്രാദേശിക അറിവുകൾ പ്രചരിപ്പിക്കുക. കാട്ടുതീ തടയുക. വന്യമൃഗശല്യം നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിൽ ചെയ്യേണ്ട പൊതുവായ കാര്യങ്ങൾ. രാത്രികാലങ്ങളിൽ സൂക്ഷിച്ച് യാത്ര ചെയ്യുക. തനിച്ച് യാത്ര ചെയ്യാതിരിക്കുക. കാൽനട യാത്രക്കാർ കയ്യിൽ വെളിച്ചം കരുതുക. വന്യമൃഗത്തെ കാണുകയാണെങ്കിലോ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങിയതിന്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാലോ ഉടൻ വനം വന്യജീവി വാർഡന്റെ ഓഫീസിൽ വിവരമറിയിക്കുക. ഫോൺ വഴിയോ മറ്റ് സംവിധാനങ്ങൾ വഴിയോ എല്ലാവരെയും വിവരമറിയിക്കുക. അറിയിപ്പ് ലഭിച്ചാൽ ഉടൻ ജനങ്ങൾ സുരക്ഷിത സ്ഥാനത്ത് അഭയം തേടുക. അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക. മൃഗത്തിനെ തിരികെ കാട്ടിലേക്ക് ഓടിക്കുന്നതിന് പരിശീലനം ലഭിച്ചവരോ നൈപുണ്യമുള്ളവരോ മാത്രം അതിനു മുതിരുക. അടുത്തുള്ള ആശുപത്രിയുടെയും ആംബുലൻസിന്റെയും വന ഓഫീസിന്റെയും നമ്പറുകൾ അറിഞ്ഞിരിക്കുക. ആനയുടെ മുന്നിൽ പെടുകയാണെങ്കിൽ നേരെ ഓടുന്നതിനു പകരം വളഞ്ഞു പുളഞ്ഞ് ഇറക്കത്തിലേക്ക് ഓടുക. അഥവാ വന്യമൃഗങ്ങളുടെ മുന്നിൽ പെടുകയാണെങ്കിൽ മരത്തിനു മുകളിലോ മറവിലോ ഇരിക്കുമ്പോൾ ശാന്തമായും നിശബ്ദമായും ഇരിക്കുക. വാഹനങ്ങളിലാണെങ്കിൽ മൃഗങ്ങൾ ഭയപ്പെടുത്താൻ ശ്രമിച്ചാൽ ലൈറ്റ്, എഞ്ചിൻ എന്നിവ ഓഫ് ചെയ്യുക. മൃഗത്തിന്റെ കണ്ണിൽപ്പെട്ടാൽ അത് ഭയപ്പെടുത്തുകയാണോ ആക്രമിക്കാൻ വരികയാണോ എന്നത് മനസ്സിലാക്കുക. മൃഗങ്ങൾ ആക്രമിക്കാൻ അടുക്കുന്നു എന്നുണ്ടെങ്കിൽ വാഹനം പിന്നോട്ടോടിച്ച് മാറുകയോ ലൈറ്റ്, ഹോൺ എന്നിവ ഉപയോഗിച്ച് തിരികെ പ്രതിരോധിക്കുകയോ ചെയ്യാം. മൃഗം നിങ്ങളെ കാണാത്ത പക്ഷം അതിന്റെ ശ്രദ്ധ ക്ഷണിക്കുന്ന വിധത്തിൽ ശബ്ദമുണ്ടാക്കാൻ പാടില്ല. വിനോദസഞ്ചാര മേഖലയിൽ അംഗീകൃത ഗൈഡുമാരുടെ സേവനം ഉറപ്പുവരുത്തുക. കാട്ടിലൂടെ കടന്നുപോകുമ്പോൾ ഒരിക്കലും ശബ്ദമുണ്ടാക്കാനോ ഗന്ധമുള്ള വസ്തുക്കൾ കയ്യിൽ കരുതാനോ ഉപയോഗിക്കുവാനോ പാടില്ല. മൃഗത്തിനെ യാതൊരു വിധത്തിലും പ്രകോപിപ്പിക്കാതിരിക്കുക. അധികൃതരുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കാൻ പാടില്ല. ഫോട്ടോ എടുക്കുന്നത് ഒഴിവാക്കുക. തടയാം മനുഷ്യമൃഗ സംഘർഷങ്ങൾ. പൊതുജന താൽപര്യാർത്ഥം വയനാട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് വേണ്ടി റേഡിയോ മാറ്റൊലി.